പോലീസുകാരനെ SFIക്കാരുടെ മർദ്ദനം. തിരുവനന്തപുരം മോൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ചാണ് 4 പേരടങ്ങുന്ന SFIക്കാരുടെ സംഘം സിവിൽ പോലീസ് ഓഫീസറെ മർദ്ദിച്ചത്. സംസാരിച്ചു സ്റ്റെഫിനുണ്ട് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, പുതുവത്സരാഘോഷത്തിലെ തർക്കമാണ്. അന്ന് പോലീസ് നടപടിയുണ്ടായ സംഭവത്തിലെ പ്രതികാരം തീർക്കലാണ്. എന്താണ് പോലീസുകാരനെ തന്നെയാണ് നടപടി സ്വീകരിച്ചോ? ഇവർ കസ്റ്റഡിയിലായോ? ദിവിഷ്, ഏതായാലും FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. AR ക്യാമ്പിലെ പോലീസുകാരനായിട്ടുള്ള മിഥുൻ റോയ്ക്കാണ് ക്രൂരമായിട്ട് മർദ്ദനമേറ്റത്. ആ ദൃശ്യങ്ങളിൽ കാണാം. അത് അടിപിടി നടക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ദൃശ്യങ്ങളാണ്. ഇതിനു മുമ്പ് കുറേ തർക്കങ്ങൾ ആ മാളിനകത്ത് വെച്ച് SFI പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസുകാരനും തമ്മിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. ആ വീഡിയോ എടുക്കാനൊക്കെ പറയുന്നത് തന്നെ കൃത്യമായി കേൾക്കാം. ആ വീഡിയോ പൂർണ്ണമായി നമുക്ക് കേൾപ്പിക്കാൻ കഴിയില്ല, അത്രമാത്രം അസഭ്യമൊക്കെ തന്നെ വിളിക്കുന്നുണ്ട്. FIR ഇട്ടപ്പോൾ ദുർബലമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതും ഒരു ഭാഗത്ത് ആക്ഷേപമായി ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു പോലീസുകാരനെ അടിച്ചാലും പോലീസുകാരിടുന്ന FIR ദുർബലമാണോ സ്റ്റെഫിൻ? അങ്ങനെയാണ് FIR നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചീത്ത വിളിച്ചു, അതോടൊപ്പം തന്നെ ദേഹോദ്രവം ഏൽപ്പിച്ചു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 4 പേരെയും തിരിച്ചറിയാൻ വേണ്ടി പോലും കഴിഞ്ഞിട്ടില്ല. 2 പേരുടെ പേരുവിവരങ്ങൾ മാത്രമേ ആ FIR-ലുള്ളൂ. തിരിച്ചറിയപ്പെടാത്ത 2 പേർ എന്നുള്ളതാണ്. 4 പേരാണ് മൊത്തത്തിൽ ആ പ്രതി പട്ടികയിൽ ഉള്ളത്. ഇനി എന്ത് തുടർ രീതിയിൽ അന്വേഷണം വരുമെന്നൊക്കെ ഉള്ളത് കണ്ടറിയണം. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരള പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനം ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുന്നതിനിടയിൽ ഇന്നും നാളെയൊക്കെയായി നടക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു പോലീസുകാരന് മർദ്ദനമേൽക്കുന്നത്. അതിൽ ഇനി തുടർന്നുള്ള നടപടികൾ പോലീസ് അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടികൾ, അവരുടെ പ്രതികരണങ്ങൾ ഏത് രീതിയിൽ ഉണ്ടാകുമെന്നുള്ള സ്റ്റെഫിൻ തുടരാം. നമുക്ക് ആ വാർത്തയിൽ തന്നെ സ്റ്റെഫിൻ സൂചിപ്പിച്ച പോലെ പോലീസിൻ്റെ ഒരു സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ പോലും പോലീസുകാർ ഇപ്പോൾ അവരെടുത്ത് അവരുടെ ജോലിപരമായ സമയത്താണ് അതിനുള്ള നടപടികൾ, നിയമ നടപടികൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അടക്കം SFI പരാതി നൽകിയിരുന്നു എന്ന് പറഞ്ഞു. അത് നിയമപരമായ നടപടികൾ സ്വീകരിക്കാമല്ലോ. പകരം ഒരു പോലീസുകാരൻ അദ്ദേഹം ജോലിയുടെ ഭാഗമായി ചെയ്ത കാര്യങ്ങൾക്ക് പിന്നീട് പുറത്തു വെച്ച് അദ്ദേഹം കുടുംബമായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് വരുമ്പോൾ പുറത്തു വെച്ച് മർദ്ദിക്കുക, പ്രതികാരം ചെയ്യുക എന്നൊന്നും തുടരാവുന്ന കാര്യമല്ലല്ലോ. തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടാൻ കഴിയാത്ത കാര്യമാണ്. കാരണം ഈ കഴിഞ്ഞ പുതുവത്സരത്തിൻ്റെ ആഘോഷ സമയത്ത് ശംഖുമുഖത്ത് വെച്ചാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിനെ തുടർന്ന് ഇദ്ദേഹം പുറത്ത് സഹോദരിയും ഒത്ത് ഈ മാളിൽ സന്ദർശിക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് ഈ SFI കാർ ഇദ്ദേഹത്തെ കണ്ടത്, ഈ പോലീസുകാരനെ കണ്ടത്. തുടർന്ന് പിന്നാലെ കൂടുകയായിരുന്നു എന്നുള്ളതൊക്കെയാണ് പരാതിയിൽ പറയുന്നത്. ഇനി ഏതായാലും CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ഒരു അന്വേഷണത്തിൽ മാത്രമേ എന്താണ് നടന്നത്, അല്ലെങ്കിൽ ഇതിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള തർക്കം അവിടെ വെച്ചുണ്ടായോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും പോലീസും അതോടൊപ്പം തന്നെ SFI ജില്ലാ നേതൃത്വവും അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വവും എല്ലാം ഈ കാര്യത്തിൽ എന്ത് പ്രതികരണം നടത്തുമെന്നുള്ളതാണ് കാണേണ്ടത്. ഒപ്പം തന്നെ SFIയുടെ ഈ 4 പേരാണ് എന്നുള്ളത് SFI നേതാക്കൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ അവർക്കെതിരെ പാർട്ടി തല നടപടികളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ തന്നെ കണ്ടു അറിയണം. കാരണം ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമുണ്ടാക്കുന്ന, നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. ശരിയാണ്. എന്തായാലും പോലീസുകാരനെ തിരുവനന്തപുരത്തെ MOT-യിൽ മോൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ചാണ് SFIക്കാർ കയ്യേറ്റം ചെയ്തത്. അതിൽ FIR ഇട്ടതും പക്ഷേ ദുർബല വകുപ്പുകൾ ചേർത്താണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പോലീസുകാരന് ഇടി കിട്ടിയാലും പോലീസുകാർ ഇടുന്ന FIR പോലും ദുർബലമായി പോകുമോ എന്നതുകൂടിയാണ് ചോദ്യം.